Sir, good morning, and it's my privilege and honor for സമയം പ്രഭാസ് ട്രാക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഇതൊരു വെറ്ററൻ warrior ആയതുകൊണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദിസ് ക്യാമ്പ്. എനിക്ക് അറിയേണ്ടത് at a very young age sir സർവീസിൽ ചേർന്നു. Was there any inspiration or defense-നോടുള്ള anything? What made you to choose defense service as your career? താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഞാൻ സജീവൻ. വീട് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. 82 എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. എനിക്ക് 19 വയസ്സ്. അതൊക്കെ കഴിഞ്ഞിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നി എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോഴാണ് മനസ്സിൽ കയറിയത് ഡിഫൻസിനെ പറ്റി ഒരു ആർട്ടിക്കിൾ വായിച്ചു. അതിനുശേഷമാണ് ഇൻസ്പയർ ആയത്. എയർഫോഴ്സിൽ കയറിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നല്ല കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യാം, നമ്മളുടെ കാര്യങ്ങൾ നടക്കും. ആ രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് എയർഫോഴ്സിൽ കയറണമെന്ന് തോന്നിയതും. റിട്ടൺ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് 82 എയർഫോഴ്സിൽ കയറി. 2021 മെയ് മാസത്തിൽ എയർഫോഴ്സിനോട് ബൈ പറഞ്ഞ് നാട്ടിലിറങ്ങി. Sir, ഈ സർവീസ് being a veteran today, sir, when you think about your past, the period, that great period in uniform, എന്താണ് തോന്നുന്നത്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ രോമാഞ്ചമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻജോയ്ഡ് എ ലോട്ട്. ഒരുപാട് പഠിച്ചു. എയർഫോഴ്സിൽ നിന്ന് വ്യക്തികളുമായിട്ട് പെരുമാറണമെന്ന് പഠിക്കാൻ കിട്ടി. അതെല്ലാം പഠിച്ചു. നാടിന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്തു. സർവീസിലിരുന്നുകൊണ്ട്, യൂണിഫോമിലിരുന്നുകൊണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ കാക്കി യൂണിഫോം ആയിരുന്നു. അത് കാലക്രമേണ ചേഞ്ചായി ഇപ്പോൾ ബ്ലൂസിലാണ്. മെൻ ഇൻ ബ്ലൂസ് എന്നറിയപ്പെടുന്നു. അങ്ങനെ നന്നായി പോയി. You are a veteran. Yes. Long period of service, sir, came back to the civil life. How do you feel? As you said, രോമാഞ്ചമായിരുന്നു. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഈ ഡിഫൻസിനെ പറ്റി എസ്പെഷ്യലി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നോട്ട് മച്ച് അവെയർ ആണ്. അപ്പോൾ അവർക്കൊരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഇസ് എ വെയിറ്റിംഗ് ദെൻ, വൈ ദേ ഷുഡ് തിങ്ക് അബൌട്ട് എ കരിയർ ഇൻ ഡിഫൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും സർ പറയുക? സത്യം പറഞ്ഞാൽ എൻ്റെ ജനറേഷൻ അതിനു മുമ്പ് മുതലേ ഡിഫൻസിനെ പറ്റി ഒരറിവും ഉണ്ടായിരുന്നില്ല നമ്മളുടെ നാട്ടുകാർക്ക്. സൗത്ത് ഇന്ത്യ എസ്പെഷ്യലി എല്ലാ സ്റ്റേറ്റ്സും ഒരിക്കലും അതിൻ്റെ ഒരു വശത്തും അനുഭവം ഉണ്ടായിട്ടില്ല. എന്താണ് യുദ്ധം, എന്താണ് പട്ടാള ഭരണം, ഇതൊന്നും അറിയാത്തവരായിരുന്നു എൻ്റെ പേരൻസ് ഉൾപ്പെടെ. ഇന്നുള്ളവർ പോലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എയർഫോഴ്സിൽ ജോയിൻ ചെയ്തത്. എനിക്ക് പറയാനുള്ള യങ്സ്റ്റേഴ്സിനോട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലോകമെന്തെന്നറിയാൻ, നാട്ടുകാരെ, നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ. ഒരുപാട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സിവിൽ സ്റ്റഡീസ് നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം. എയർഫോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ അതൊരു പ്ലാറ്റ്ഫോമാക്കി എടുത്ത് പഠിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. അത് നമ്മളുടെ കരിയറിനെ നന്നാക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ലൈഫ്, ജീവിതം മുഴുവൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ സേവനം, നാടിനെ സേവിക്കുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആർക്കും തയ്യാറാകാവുന്നേ ഉള്ളൂ. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് കോഴ്സുകൾ തന്നെ നടക്കുന്നുണ്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. അഡീഷണൽ ട്യൂഷൻ സെൻ്ററൊക്കെ പോലെ, പണ്ടത്തെ ട്യൂഷൻ സെൻ്ററൊക്കെ പോലെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പഠിക്കുക, ജോയിൻ ചെയ്യുക, ജോയിൻ എയർഫോഴ്സ്. യൂണിഫോം ആയിട്ടുള്ള സെർവിംഗ് പേഴ്സൺസിനെ ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട്. വിത്ത് ഓൾ ദ ഡെക്കറേറ്റീവ് റിബൺസ്, സെറമോണിയൽ ഡ്രസ്. That uniform is on you. I feel proud. Extremely. Even after retiring, I feel proud to wear, but I am not able to wear. Because I feel proud. Yeah, on Republic Days or Independence Days, I used to wear the medals. Only medals I can wear. I used to wear, and I am very proud of it. Anyway, nice, and thanks for this precious time. Hope this message reaches to the youngsters and they get motivated and they understand a bit at least. Take some initiative to know what defense is all about. Anyway, thank you very much, sir. Thank you. Thank you. All the best.